ഈ കുട്ടിയുടെ അമ്മയും ആൺസുഹൃത്തും കൂടെ ഈ കുട്ടിയെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചു. അപ്പോൾ ഈ രണ്ട് കുട്ടികളും സ്വന്തം മാതാപിതാക്കളാൽ വളരെ വലിയ രീതിയിൽ മാനസികമായി മുറിവേറ്റ കുട്ടികളാണ്. മാത്രമല്ല ഈ രണ്ട് കുട്ടികളും സ്വന്തം മാതാപിതാക്കളാൽ അപമാനിതരായിട്ടുള്ള കുട്ടികളും കൂടെയാണ്. ഈ കുട്ടികളെ പോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ധാരാളം കുട്ടികൾ സ്വന്തം മാതാപിതാക്കളാൽ മാനസികമായിട്ടുള്ള പീഡനങ്ങൾ ഏൽക്കുന്നുണ്ട്. ഈ കുട്ടികളുടെ മാതാപിതാക്കൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും സെലിബ്രിറ്റീസും ആയതുകൊണ്ട് മാത്രമാണ് ഈ പ്രശ്നം പുറത്തേക്ക് വന്നത്. ദിനം പ്രതി നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെ ഒരുപാട് കുട്ടികൾ സ്വന്തം മാതാപിതാക്കളാൽ മാനസികാഘാതം ഏൽക്കുന്നുണ്ട്, മെൻ്റൽ ട്രോമ നേരിടുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ അത് ഫേസ് ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് നമ്മൾ അടിസ്ഥാന വിദ്യാഭ്യാസം, അവർക്ക് നല്ല ഭക്ഷണം, വസ്ത്രം, മറ്റ് സൗകര്യങ്ങൾ, അതോടൊപ്പം തന്നെ സ്നേഹം, കെയർ ഇതൊക്കെ കൊടുക്കുന്നവരായിരിക്കും. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഒരുപാട് തരത്തിലുള്ള വലിയ വലിയ മാനസികാഘാതങ്ങൾ കൊടുക്കാറുണ്ട്. സാധാരണ കുടുംബത്തിൽ വഴക്കുണ്ടാകുമ്പോൾ, കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും തീർക്കപ്പെടുന്നത് അവരുടെ കുഞ്ഞുങ്ങളുടെ മേലെയാണ്. ഈ വീഡിയോ കാണുന്ന എത്ര പേര് അകാരണമായിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉപദ്രവിക്കാറുണ്ട്? അത് ശാരീരിക ഉപദ്രവങ്ങൾ മാത്രമല്ല, നമ്മൾ വാക്കുകൾ കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ വളരെ വലിയ രീതിയിൽ മുറിവേൽപ്പിക്കും, വളരെ വലിയ രീതിയിൽ നമുക്ക് അവരെ ആക്രമിക്കാൻ സാധിക്കും. മെൻ്റൽ ഹെൽത്ത് എപ്പോഴും അഫക്റ്റഡ് ആകുന്നത് ഒരു ഫിസിക്കലി നമ്മൾ ഉപദ്രവിക്കുന്നത് വഴിയല്ല. അതായത് നമ്മൾ വടിയെടുത്ത് തല്ലുന്നതും മാത്രമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ മനസ്സിനെ വളരെയധികം ആഘാതത്തിൽ വേദനിപ്പിക്കുകയും അത് അവർക്കൊരു ട്രോമ നൽകുകയും ചെയ്യും. ഇത്തരത്തിലുള്ള മാനസികാഘാതങ്ങൾ നേരിടുന്ന കുഞ്ഞുങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ ഈ ട്രോമ വളരെ വലിയ രീതിയിൽ ബാധിക്കും.